പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസ് സീരീസ് വീഡിയോസിൻ്റെ 5th വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതാ നമ്മളിവിടെ ഇന്ന് എടുത്തിരിക്കുന്നത് കുറച്ച് പെൻസിൽസ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പെൻസിലോ അതല്ലെങ്കിൽ പെന്നോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റായിട്ടും കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് തന്നെ ക്രിസ്മസ് തീമിൽ ഇത് യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടെങ്കിൽ അതെടുക്കാം. അതിനുശേഷം നമ്മളിതാ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. പേപ്പർ എടുത്തിട്ട് ക്രിസ്മസ് തീം ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ക്രിസ്മസ് സാന്റയുടെ വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ സാന്റേനെ നമ്മൾ വരച്ചെടുക്കുമ്പോൾ ആദ്യം തന്നെ ഇതാ സാന്റയുടെ ക്യാപ്പ് വരച്ചു, ജസ്റ്റ് അതിൻ്റെ മീശ, താടി, ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ നമുക്ക് വരയ്ക്കാനായിട്ട്. ബാക്കി അതിൻ്റെ കണ്ണും ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ ബോഡിയാണ് നമ്മൾ വരയ്ക്കുന്നത്, കൈയും അതുപോലെ തന്നെ ബോഡി പാർട്ടും. അതാ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മളിതാ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഹോം മെയ്ഡ് ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഇല്ലെങ്കിൽ ഹോം മെയ്ഡ് ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് വെച്ചിട്ട് ഉണ്ടാക്കാം. അതല്ലെങ്കിൽ സാധാരണ പേപ്പറോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ റെഡ് പോർഷൻ വരുന്നത് നമ്മുടെ ക്യാപ്പിനല്ലേ, ആ ഒരു ക്യാപ്പിൻ്റെ ഭാഗം ഈ ഒരു ഫോം ഷീറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ആ ഒരു ഏറ്റവും മുകളിലത്തെ ഭാഗവും അതുപോലെ തന്നെ വൈറ്റ് വരുന്ന ആ ഭാഗം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും പോർഷൻ നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. ഇതാ ഞാൻ കാണിച്ചു തരാം ഏത് ഭാഗമാണെന്ന്. ഇത് ശരിക്കും ഒരു ഇംപ്രഷൻ പോലെയാണ് വരിക, അപ്പോൾ അത് അത്ര കണ്ട് കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിൽ വരയ്ക്കാൻ പറ്റുന്ന വെച്ചാൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ കണ്ടോ, ഇത്രയും ഭാഗം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാപ്പിൻ്റെ ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ക്യാപ്പിൻ്റെ പോർഷൻ ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ മീശയും താടിയൊക്കെ വേണം. അതിന് നമുക്ക് വൈറ്റ് ഫോം ഷീറ്റാണല്ലോ, വൈറ്റ് കളറല്ലേ. അപ്പോൾ നമ്മൾ വൈറ്റ് ഫോം ഷീറ്റ് എടുത്തിട്ട് ഈ ഒരു ഭാഗം വൈറ്റ് വരുന്ന ഭാഗം വരച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിൻ്റെ മീശ വരുന്ന ഭാഗം കൂടെ വരച്ചു കൊടുക്കണം കേട്ടോ. അതും കൂടെ വരച്ചെടുക്കുകയാണ്. ഒക്കെ ഗ്യാപ്പിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ വരച്ചെടുക്കുന്നത്, ഒറ്റ പീസായിട്ടല്ല. അതിനുശേഷം കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ താടി പോർഷൻ കൂടെ നമ്മൾ വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സെപ്പറേറ്റ് ഒരെണ്ണം വരച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഒരേ സൈസിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ഒരു പീസിൽ വരച്ചെടുത്തിട്ട് ഇതുപോലെ പാറ്റേൺ വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഒരു ഇംപ്രഷൻസ് വന്നിട്ടുണ്ട്, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ എല്ലാ പീസുകളും നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു വരച്ച ലെവലിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഇപ്പോൾ നമ്മൾ താടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ക്യാപ്പിൻ്റെ റെഡ് കളർ പോർഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ വരുന്ന ഒരു വൈറ്റ് പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മീശ, ഇത്രയും ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ആ ക്യാപ്പിൻ്റെ അവിടെ ആ ഒരു ലാസ്റ്റ് ഭാഗത്ത് എൻഡിൽ വരുന്ന ആ ഒരു ബോൾ പോലെ വെക്കില്ലേ, അതും കൂടെ കട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ബോഡിയും കൂടെ കട്ട് ചെയ്യണം. ഇപ്പം നമ്മൾ ബോഡി, അതുപോലെ തന്നെ കാല്, ക്യാപ്പ്, മീശ, താടി, ഇതെല്ലാം അത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാലിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹാർട്ട് ഷേപ്പ് പോലെ വരുന്ന വിധത്തിൽ ജസ്റ്റ് ഒരു ബ്ലാക്ക് വെച്ചിട്ട് ചെയ്തെടുത്തേക്കാണ് കേട്ടോ, ഷൂ വരുന്ന വിധത്തിൽ. ഇനി നമുക്കതായി ഒരു ബോഡി പോർഷൻ എടുത്തിട്ട് ഇതിനിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തുകൊണ്ട് തന്നെ കണ്ടോ, കൈ വൈറ്റ് കളറാണ് വരുന്നത്. അപ്പോൾ ഇതിനൊരു സൂത്രമുണ്ട്. ഇതേപോലെ ജസ്റ്റ് കൈ ഇങ്ങനെ മുകളിലോട്ട് നമ്മൾ രണ്ട് കൈയും കട്ട് ചെയ്തെടുക്കുകയാണ്. രണ്ട് സൈഡിലും കളർ വരുന്നതാണെങ്കിൽ നമ്മളിതുപോലെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാത്തതാകുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യാം. എന്നിട്ട് ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഇത് നമുക്ക് സ്റ്റാൻഡ് ആ ഒരു ബോഡിയുടെ താഴത്തെ ഇതുവരെ വരാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് സൈഡിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അവിടെ നമ്മൾ ആ വരച്ച ഒരു പാറ്റേൺ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈ നമുക്ക് വെച്ച് കൊടുക്കാം. കൈ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തല്ല കേട്ടോ വെക്കുന്നത്, അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് വെക്കുന്നത്. കട്ട് ചെയ്ത ഭാഗം ചെറുതായി പോയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അവിടെയല്ല വെക്കുന്നത്. കൈ വെച്ച് കൊടുക്കാൻ നല്ല ഈസിയാണ്. നമ്മളിങ്ങനെ മുകളിലോട്ട് കട്ട് ചെയ്ത കാരണം ആ ഒരു ഇതിലിങ്ങനെ കണ്ടോ, ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുമ്പോൾ കൈ ആ ഒരു പൊസിഷനിൽ വന്ന് നിന്നോളും. ഇതിന് ശേഷം ഇവിടെ ഈ ഒരു സെൻറ്ററിൽ കുറച്ചും കൂടെ ഗ്ലൂ ഇട്ടതിന് ശേഷം നമ്മൾ കൈ ഒട്ടിച്ച് അതൊന്ന് ഉണങ്ങിയിട്ട് മതി കേട്ടോ, അല്ലെങ്കിൽ കൈയിൻ്റെ പൊസിഷൻ മാറി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ വെച്ച് ഒന്ന് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടെ ഗ്ലൂ ഇട്ടിട്ട് ഈ ഒരു എൻഡ് ഭാഗം മാത്രം നമ്മളിങ്ങനെ കൊടുക്കുകയാണ്. ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ ഉള്ളിലത്തെ സ്റ്റിക്കർ നമ്മൾ മാറ്റുന്നില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പോവും, അതുകൊണ്ട് അത് മാറ്റുന്നില്ല. ഇനി നമുക്ക് കാല് വെച്ച് കൊടുക്കാം. കാല് വയ്ക്കാനായിട്ട് താഴെ കുറച്ച് ഗ്ലൂ ഇട്ടതിന് ശേഷം നമ്മളുടെ ഈ ഒരു ബോഡി പോർഷൻ ഇതിലിങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാല് എങ്ങനെയാണ് വെക്കേണ്ടത്, ഏത് ഭാഗത്താണെന്നുള്ളൊരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കാല് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കാർഡ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കട്ടിയുള്ളൊരു പേപ്പറാണ്. ഇതിൽ നമ്മൾ നമ്മുടെ സാന്റയുടെ ഹെഡ് എല്ലാതും ഒട്ടിച്ചു കൊടുക്കാൻ പോകണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ താടി ഒട്ടിച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ ഇത് നോർമൽ ഫോം ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഗ്ലൂ ഇല്ലാത്തതുകൊണ്ട് ഗ്ലൂ ഇട്ടിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത് കേട്ടോ. ഇനി അതിനുശേഷം നമ്മുടെ ക്യാപ്പ് ഒട്ടിക്കാം. ക്യാപ്പിൻ്റെ ഇത് ഗ്ലൂ ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡിലത്തെ സ്റ്റിക്കറുകളൊക്കെ ഞാൻ ജസ്റ്റ് ഇതാക്കാണ്, കട്ട് ചെയ്ത് മാറ്റുകയാണ്. എല്ലായിടത്തെയും കളയുന്നില്ല, എഡ്ജുകൾ മാത്രം കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒട്ടേണ്ട ഭാഗങ്ങൾ മാത്രം കേട്ടോ. ഈ ഒരു ബോൾ വരുന്ന ഭാഗത്തും ഇവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തും നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ആ സ്റ്റിക്കർ ഒന്ന് വലിച്ചു ഒട്ടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇതൊരു എംബോസ് എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മളിതാ ഈ ഒരു വൈറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ ക്യാപ്പിൻ്റെ, ആ ഒരു പോർഷനിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ആ റെഡ് ക്യാപ്പിൻ്റെ എവിടെയാണോ ആ വൈറ്റ് വരേണ്ടത് അവിടെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ഒരു എംബോസ് എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് മീശ ഒട്ടിക്കാം. അങ്ങനെ ഓരോരോ പാർട്ടുകളായിട്ട് നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ ആ മീശയും കൂടി ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ എല്ലാ ഒട്ടിക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു വായ വേണ്ടേ, അപ്പോൾ വായ വരച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബ്രഷ് പെൻ എടുത്തിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. നമുക്കിതിൽ പെയിൻറ്റോ സ്കെച്ച് പെന്നോ ഒക്കെ ഒട്ടിക്കാം. അതല്ലെങ്കിൽ ഒരു റെഡ് കളർ ഫോം ഷീറ്റ് ചെറുതായി കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അതുപോലെ തന്നെ മൂക്കിനും ഞാൻ കളറാണ് കൊടുക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് പീസ ഒട്ടിച്ച് കൊടുക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മളുടെ ഒരു കണ്ണിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ കൊണ്ട് ജസ്റ്റ് ഒരു കണ്ണ് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പുരികം വെക്കാനായിട്ട് ഞാനൊരു വൈറ്റ് കളറിൽ ഫോമിൽ പുരികം കട്ട് ചെയ്തെടുത്തിട്ട് അത് ഒട്ടിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോഴാണ് ഒരു ഭംഗി വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ 2 പുരികങ്ങളും ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ച് നമുക്കിത് ഒട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഒട്ടിക്കുക കേട്ടോ. ഇനി നമുക്ക് ഫേസിന് കളർ കൊടുക്കാം. ഞാൻ ഈ ഒരു കളറിലുള്ള ഫേസാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ മുസ്താജും ഇതൊക്കെ ഒട്ടിക്കുന്നതിന് മുന്നായിട്ട് ആ ഒരു കളർ കൊടുക്കാം. അല്ലെങ്കിൽ കണ്ണ് വരയ്ക്കുന്നതിന് മുന്നായിട്ട് എന്തായാലും കളർ കൊടുത്തോളൂ കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഒരു കളറ് നമുക്ക് ഈസി ആയിട്ട് കണ്ണും പുരികമൊക്കെ വെക്കാൻ പറ്റുള്ളൂ. കണ്ണും പുരികമൊക്കെ വെക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഈ ഒരു കളർ കൊടുത്തിട്ട് കണ്ണും പുരികമൊക്കെ വെക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്കതങ്ങോട്ട് കറക്റ്റായിട്ട് ആ പുരികത്തുമ്മലേക്കൊക്കെ തട്ടിയുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ആദ്യം ചെയ്തിട്ട് കണ്ണും പുരികം വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു പേപ്പറിൽ നിന്ന്. അപ്പോൾ കണ്ടോ, നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോഡിയും അതേപോലെ ഇതും ശരിയായിട്ടുണ്ട്. ഇനി താഴെ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഹോള് നിങ്ങൾ നേരത്തെ പഞ്ചർ എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനി നമ്മളിത് ആ ബോഡി പാർട്ടിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഹെഡ് പോർഷനും കൂടെ അതിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിന് ഒരുപാട് ഇതിൽ അറേഞ്ച് ചെയ്യാം കേട്ടോ. അതെങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. ഇനി നമുക്ക് നമ്മുടെ സാൻഡൊക്കെ ഒരു ബെൽറ്റിൻ്റെ ഒരു കുറവുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ ഒരു ബ്ലാക്ക് കളർ ഫോം ഷീറ്റിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിലൊരു ഗോൾഡൻ കളറും കൂടെ ഒട്ടിച്ചിട്ട് ഇതേപോലെ ഒരു ബെൽറ്റും കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ സാൻഡ ഇവിടെ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ഇപ്പോൾ നമ്മൾ സ്കൂൾ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ പെൻസിൽ നമ്മൾ ആ ഹോളിട്ട് കൊടുത്തില്ലേ, ഇതിലോട്ട് കയറ്റി വെച്ചിട്ട് നമുക്ക് പെൻസിൽ മേക്ക് ഓവർ പോലെ ക്രിസ്മസ് തീമിലുള്ള ഒരു പെൻസിൽ മേക്ക് ഓവറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് പെൻസിലിൻ്റെ ബാക്കിലോ പെന്നിൻ്റെ ബാക്കിലോ ഒക്കെ നമുക്ക് വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ ഹോളിട്ട് കയറ്റാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പേപ്പർ റോള് പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് അങ്ങനെ ചെയ്താലും മതി. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ ഈസി ആയിട്ട് എനിക്ക് ഇതാണ് കേട്ടോ തോന്നിയത്. അപ്പോൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ടിന് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് നമുക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് തന്നെ യൂസ് ചെയ്യാം, ഒക്കെ ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് കുട്ടികളല്ലെങ്കിൽ വേറൊരു കാര്യം കൂടെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ പെൻസിലിന്മേൽ വെക്കുന്ന ടോപ്പർ അല്ലെങ്കിൽ പെൻ ടോപ്പറായിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇതേപോലെ ഒരു ഹോള് ഇതിൻ്റെ ടോപ്പിൽ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ഹോള് ഇടാൻ പാടുള്ളൂ, ഒരുപാട് വലിയ ഹോളാവരുത്. എന്തെങ്കിലും പിന്ന് വെച്ചിട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഒരു സംഭവം എടുക്കുക, ഒരു കീ ചെയിൻ ഹോൾഡർ ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ പഴയ കീ ചെയിൻ മേൽ നോക്കി ഉണ്ടാവും, അതെടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, നമ്മുടെ അടിപൊളി കീ ചെയിൻ ആയിട്ടായാലും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കീ ചെയിൻ ഹോൾഡർ ഞാനൊരു പഴയ നെയിൽ കട്ടർമെന്ന് എടുത്താണ്. അപ്പോൾ ഇതുപോലെ പഴയ കീ ചെയിൻ്റെ എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ കീ ചെയിൻ ഹോൾഡറായിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ പെൻസിൽ ഓർ പെൻ ടോപ്പറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ സ്കൂളിൽ ക്രിസ്മസ് തീമിൽ കൊണ്ടുപോകാനോ ഒക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. ഇതിന് പകരമായിട്ട് സാന്റയ്ക്ക് പകരമായിട്ട് നമുക്ക് ഏത് ക്രിസ്മസ് തീമിൽ ക്രിസ്മസ് ട്രീയോ അതുപോലെ തന്നെ സ്നോമാനോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ ഇത് കുറച്ച് വലിയ സൈസിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലെ നമ്മളുടെ ടേബിൾ ക്ലോത്ത് ഉണ്ടല്ലോ അത് ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ടിഷ്യൂ റോൾ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് പറ്റുന്നില്ല. അതേപോലെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ ആ റോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഡൈനിങ് ടേബിൾ മുതലൊക്കെ ക്രിസ്മസ് അറേഞ്ച്മെൻ്റ് ആയിട്ട് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഐഡിയ ആണിത്. ഇത് ഒരുപാട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് പെൻസിലായിട്ടും, അതല്ലെങ്കിൽ കീ ചെയിനായിട്ട് വലിയവർക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതും അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്മസ് തീമിന് നമ്മുടെ ഡൈനിങ് ടേബിൾ ഒരുക്കാനായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒരു കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ എല്ലാവരും അതും കൂടെ ഒന്ന് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീരീസ് വീഡിയോസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വീഡിയോസ് ഉണ്ട്. ഇന്ത്യൻ ടൈം 5:15 PM കേട്ടോ. അപ്പോൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലും 5:15 വന്ന് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ.